പെരുമ്പാവൂർ മണ്ഡലത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ചരട് വലിച്ച് രമേശ് ചെന്നിത്തല. സീറ്റ് എൽദോസിന് തന്നെ നൽകണമെന്ന് സിഇസി യോഗത്തിൽ ചെന്നിത്തല ആവശ്യപ്പെട്ടു. ശരത് ലാൽ ചേരുന്നു. ശരത്ത്, വിശദാംശങ്ങൾ. അതായത് തനിക്ക് വളരെ താൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞ് നേരത്തെ തന്നെ പറഞ്ഞതാണ്. എൽദോസ് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡിനും CSCയും വിശകലനം ചെയ്തതാണ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. CEC യോഗത്തിൽ അത് സംബന്ധിച്ച വളരെ വലിയ വാഗ്ദാനങ്ങൾ നടന്നു. കാരണം ഈ ജാമ്യ വ്യവസ്ഥയിൽ തന്നെ നിരുപാധിക ജാമ്യം എന്ന് എൽദോസിന്റെ കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു കാര്യത്തിലും ഇതൊരു വലിയൊരു വിഷയമായി ഉയർത്തി വരാൻ സാധ്യത. കോടതി തന്നെ ഇക്കാര്യത്തിൽ വിധികളുണ്ട്. അതുകൊണ്ട് തന്നെ എൽദോസിന്റെ സീറ്റ് മറ്റൊരു സീറ്റിലേക്ക് മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ തനിക്ക് വിയോജിപ്പുണ്ട് എന്ന കാര്യം രമേശ് ചെന്നിത്തല അറിയിച്ചത്. അതുമാത്രമല്ല, എൽദോസിന് പകരം പെരുമ്പാവൂരിൽ DCC അധ്യക്ഷനെ പരിഗണിക്കും എന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് രമേശ് ചെന്നിത്തലിന്റെ ഇത്തരം ശക്തമായ ഇടപെടൽ എന്ന് വേണം. എന്നാൽ VD സതീശനോട് വളരെ അടുത്ത വ്യക്തിത്വമാണ് DCC പ്രസിഡന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഷിയാസിനുള്ള അതുകൊണ്ട് തന്നെ അത്തരമൊരു തൻ്റെ ഐ ഗ്രൂപ്പിനുള്ള ഒരു സ്ഥാനം, തൻ്റെ നേരിട്ടുള്ള എൽദോസിനുള്ള ഒരു സ്ഥാനം അത് മറ്റൊരു VD സതീശനോട് അടുപ്പമുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിനുള്ള അമർഷം കൂടിയാണ് എൽദോസിനെ പരിപൂർണ പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഏതായാലും എൽദോസിന്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായ CSC നിലപാടിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്നതിനാണ് ഏറ്റവും മുറിയിൽ. ഇപ്പോൾ CEC കഴിഞ്ഞു. രാഹുൽ ഗാന്ധി അല്പസമയം കൊണ്ട് പുറത്തേക്ക് വരും. അതിനുശേഷം അവിടെ വെച്ച് തന്നെ രണ്ടാമതും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കൂടാനാണ് CEC വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ അടക്കമുള്ള നേതാക്കളെ AICCയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച സ്ക്രീനിംഗ് കമ്മിറ്റി ഈ AICC ആസ്ഥാനത്ത് വെച്ച് കൂടുന്നതുണ്ടായിരിക്കും. അതിനുശേഷം വീണ്ടും വൈകിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കൂടും. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഇന്നിപ്പോൾ തീരുമാനമായ 60 മുതൽ 70 വരെയുള്ള പട്ടിക ഈ അല്പസമയം കൊണ്ട് 2 മണിക്ക് ശേഷം അത് പുറത്തിറക്കും എന്ന് തന്നെയാണ് AICC വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും കോൺഗ്രസിനെ നിർണായകമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം വീണ്ടും കേരളത്തിലുള്ള നേതാക്കൾ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കും. അതിൽ ബാക്കിയുള്ള സീറ്റുകൾ സംബന്ധിച്ചും ധാരണയുണ്ടാവും. ഏതായാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് കൂടി ഡൽഹിയിൽ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മാത്രമേ അദ്ദേഹം കേരളത്തിലേക്ക് തിരിക്കുള്ളൂ. മറ്റന്നാൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വൻ റോഡ് ഷോ ആണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് തിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇന്നത്തോടുകൂടി നാളെയുടെ പൂർണ്ണ എല്ലാ സീറ്റിലും പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം തീരുമാനമാകും. പിന്നെ UDF ലീഗുമായിട്ടും കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി പൂർത്തിയാക്കുന്നത് കേരളത്തിൽ വെച്ച് അത് പൂർത്തിയാക്കാം. അതുകൊണ്ട് തന്നെ പരസ്പരം വെച്ചുമാറുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും പലരും മത്സരിക്കാനില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും നിലവിലുള്ള ഈ സീറ്റ് വെച്ചുമാറൽ തർക്കം മാറ്റിവെക്കാൻ CEC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ സീറ്റ് ഉടനെ പ്രഖ്യാപനം ഉണ്ടാവില്ല. ഈ 60 സീറ്റുകൾ അല്ലെ 70 സീറ്റുകൾ വരുന്ന ഈ ആദ്യഘട്ട പട്ടികയിൽ കണ്ണൂർ സീറ്റ് ഇല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ അടൂർ പ്രകാശിന്റെ കോന്നിയിലും ഉടനെ പ്രഖ്യാപനം ഉണ്ടാവില്ല. ഏതായാലും ഈ 2 നേതാക്കളെയും അനുനയിപ്പിക്കാൻ കൂടിയാണ് ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് സമയം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ ഡൽഹി അതായത് AICC ആസ്ഥാനത്ത് വിളിപ്പിക്കും. CECയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല നേരിട്ട് തന്നെ K സുധാകരനെ കണ്ട് ചർച്ച നടത്തിയത്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങൾ കോൺഗ്രസിന്റെ കൈകളിലേക്ക് പതുക്കെ തിരിച്ചു വരുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഇന്നത്തോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് നാട്ടിലേക്ക് മടങ്ങാനാണ് VD സതീശനും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ സണ്ണി ജോസഫ് ഒരു ദിവസം കൂടി ഡൽഹിയിൽ തുടരും.